സർവസംശയഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ജഗത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികതാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് 6-ാം അധികാരത്തിലെ 6-ാമത്തെ പദ്യം മുതലാണ്. சிற்றறிவனாய் மறைப்பை சேர்ந்த வடி ஒன்படிகம் பற்றுகினும் ஒன்றாக பான்மை போல் உற்ற உருவ ஸ்வரூப சுபாவம் உனக்கு வரும் அடைவு சொன்னோ மதி. சிற்றறிவനായി ചെറിയ അല്പമായ അറിവുള്ളവനായി. ആരുടെ കാര്യമാണ് പറയുന്നത്? ജീവന്റെ കാര്യമാണ്. അല്പജ്ഞാനിയാണ് ജീവൻ. സർവജ്ഞൻ ഈശ്വരനാണ്, പരമാത്മാവാണ്. കാരണം ഉപാധികൾ കൊണ്ട് പരിമിതമായ ചൈതന്യത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ഉപാധികൾ മായ കൊണ്ടുണ്ടെന്ന് തോന്നിയവയാണ്. എന്നാലും ഉപാധികളിൽ താദാത്മ്യമുള്ളത് കൊണ്ട് ഈ ജീവൻ യഥാർത്ഥത്തിൽ സർവജ്ഞനായ ഈശ്വരനായിരുന്നാൽ പോലും തന്നെ പരിമിതമായ ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് കഴിവുകളും പരിമിതമായതുപോലെ തോന്നുന്നു. പരിമിതമായി എന്നല്ല, ആയതുപോലെ തോന്നുന്നു. ഈശ്വരനാണ് സർവജ്ഞൻ, സർവശക്തൻ, സർവവ്യാപി. ജീവനോ അല്പജ്ഞൻ, അല്പശക്തൻ, അല്പവ്യാപി. മായയാണ് ഈ അനന്തമായ സത്യത്തെ പരിമിതം എന്ന പോലെ ആക്കി തീർക്കുന്നത്. ആ മായ വ്യക്തിതലത്തില് അവിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. എപ്പോഴും നമ്മൾ ഈ മായ എന്ന് പറയുന്നത് ഒരു കോസ്മിക് ലെവലിൽ, വിശ്വവ്യാപകമായ തലത്തില് സംസാരിക്കുമ്പോഴാണ് മായ മായ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. വ്യഷ്ടിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ തലത്തിൽ വരുമ്പോൾ ഇതേ മായയുടെ പേര് അവിദ്യ എന്നാണ്. ബ്രഹ്മം അനന്തമായ സത്യമാണ്. ആ അനന്തമായ സത്യത്തെ മായ പരിമിതമാക്കിയതുപോലെ, പരിമിതം എന്ന പോലെ ആക്കി തീർക്കുന്നു. അപ്പോഴാണ് പ്രപഞ്ചം, ജഡനാമരൂപങ്ങൾ നിറഞ്ഞ പ്രപഞ്ചം ഉണ്ടായതായി തോന്നുന്നത്. അപ്പോൾ ബ്രഹ്മവും മായയും തമ്മിലാണ് ബന്ധിപ്പിക്കേണ്ടത്, ബ്രഹ്മത്തെയും മായയെയും. ജീവന്റെ തലത്തിൽ വരുമ്പോൾ ബുദ്ധി കൊണ്ട് പരിമിതമായ ചൈതന്യത്തെയാണ് ചിദാഭാസൻ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവന്റെ മൂലകാരണം ബുദ്ധി തന്നെയാണ്. ബുദ്ധിയാകുന്ന ഉപാധിയിൽ ബോധം അല്ലെങ്കിൽ ബ്രഹ്മം പ്രതിബിംബിക്കുമ്പോഴാണ് ജീവഭാവം ഉണ്ടാകുന്നത്. ഈ ബുദ്ധി അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. എല്ലാ ഉപാധിയും വസ്തുവിനെ അറിയാതിരിക്കുമ്പോഴാണ് സത്യമായി തീരുന്നത്. വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വവ്യാപകമായ തലത്തിൽ ഒരു മായയുമില്ല, വ്യഷ്ടിയുടെ തലത്തിൽ അവിദ്യയുമില്ല. ഇത് രണ്ടും ഒരേ സമയത്തുണ്ടായി ഒരേ സമയത്ത് ഇല്ലാതാവുന്നതാണ്. ഒന്ന് മാത്രം നശിച്ച് മറ്റേത് ബാക്കി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ല. മായ നശിച്ചു, അവിദ്യ നശിച്ചില്ല, അങ്ങനെ വരില്ല. അവിദ്യ നശിച്ചു, മായ നശിച്ചില്ല, അങ്ങനെയും വരില്ല. ഒന്ന് വ്യഷ്ടിയുടെ തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അജ്ഞാനം, അവിദ്യ. സമഷ്ടിയുടെ തലത്തിൽ, സമഷ്ടി തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവൻ അല്പജ്ഞനാണ് എന്നാണ് പറയുന്നത്. ശിറ്ററിവനായി, ചെറിയ അറിവുള്ളവൻ, പരിമിതമായ ജ്ഞാനമുള്ളവൻ. അനന്തമായ സത്യത്തെ ഈ ജീവൻ അവിദ്യയുള്ളത് കൊണ്ട് അറിയുന്നില്ല. മറൈപ്പൈ ചേർന്ന, മറൈപ്പൈ ചേർന്ന വടിവ്. മറൈപ്പ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക, മറ. മറയോടുകൂടെ ചേർന്ന് പ്രകാശിക്കുന്ന ചൈതന്യമാണ് ജീവൻ. വടിവ് എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നർത്ഥം. ജീവന്റെ സ്വരൂപം ബുദ്ധി അല്ലെങ്കിൽ അവിദ്യ കൊണ്ട് പരിമിതമായതാണ്. അതുകൊണ്ടാണ് ചെറിയ അറിവുള്ളവൻ എന്ന് പറയുന്നത്. മറൈപ്പൈ ചേർന്ന വടിവം. വടിവ്, വടിവ് എന്ന് പറഞ്ഞാൽ ആകൃതി, രൂപം എന്നാണ് അർത്ഥം.
മറയുണ്ട്, അവിദ്യയാകുന്ന മറയുണ്ട്. ആർക്ക്? ജീവൻ. യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ജീവൻ താൻ ബ്രഹ്മമാണ് എന്നറിയുന്നില്ല. ഇതെല്ലാവർക്കും അനുഭവസിദ്ധമായ കാര്യമാണ്. നമ്മൾ ബ്രഹ്മമാണെന്ന് ഉപനിഷത്തുകൾ എത്ര ശക്തമായി പ്രഖ്യാപിച്ചാലും ഓരോ ജീവനും താൻ ബ്രഹ്മമാണെന്ന് അറിയുന്നില്ല. ആ സത്യത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ബ്രഹ്മമാണ് എന്നുള്ളത് ശരിയായിരിക്കാം, ശരിയാണ് എന്ന് തന്നെ വിചാരിക്കാം. നമ്മുടെ അനുഭവം അതിന് നേരെ വിരുദ്ധമായിട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ബ്രഹ്മമായിരിക്കെ എന്തുകൊണ്ട് പരിമിതനായ ജീവൻ എന്ന് എനിക്ക് തോന്നുന്നു എന്നൊരു ജീവൻ ചോദിച്ചാൽ നിനക്ക് മറയുണ്ട് എന്നാണ് ശാസ്ത്രവും ആചാര്യന്മാരും പറയുന്നത്. മറയുണ്ട് കുഞ്ഞെ, അവിദ്യ നിന്റെ സ്വരൂപത്തെ മറയ്ക്കുന്നു. അതുകൊണ്ടാണ് നീ ബ്രഹ്മമായിരുന്നിട്ട് കൂടി ബ്രഹ്മമാണ് എന്നറിയാൻ കഴിയാത്തത്. വാസ്തവത്തിൽ മറയൊന്നുമില്ല. അവിദ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം ന വിദ്യതേ യാ സാ അവിദ്യ എന്നാണ്. യഥാർത്ഥത്തിൽ ഇല്ലാത്തതേതോ അതാണ് അവിദ്യ. മായയുടെ നിർവചനവും ഇതിന് സമാനമാണ്. യാ മാ സാ മായ. ആ ഏത് യഥാർത്ഥത്തിൽ ഇല്ലയോ അത് മായ. ജീവന്റെ തലത്തിൽ വരുമ്പോ ഏത് യഥാർത്ഥത്തിൽ ഇല്ലയോ അത് അവിദ്യ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവിദ്യയുടെയും മായയുടെയും സ്വരൂപം ഒന്ന് തന്നെ. എന്താണ് അതിന്റെ സ്വരൂപം? രണ്ടും ഇല്ലാത്തത്. പക്ഷേ ഇതങ്ങോട്ട് ബോധ്യപ്പെടണം. ഈ അവിദ്യയാകുന്ന മറ അത് യഥാർത്ഥത്തിലുള്ള മറയല്ല, മറയുടെ തോന്നൽ. മറ പോലും വാസ്തവമല്ല. അല്ല, മറ സത്യമാണെന്ന് കരുതിക്കൂടെ? മറ സത്യമാണെങ്കിൽ ജ്ഞാനം വരുമ്പോ എങ്ങനെയാ അതില്ലാതാവുന്നത്? അവിദ്യ ആത്മാവിന്റെ സ്വരൂപമാണെങ്കിൽ അത് ഒരു കാലത്തും ഒന്നുകൊണ്ടും നശിപ്പിക്കപ്പെടാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല. ജ്ഞാനം ഉദിക്കുമ്പോ ഈ അവിദ്യ നശിക്കുന്നു. ആ നാശം എന്നുള്ള സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ജ്ഞാനം ഉള്ളതാണല്ലോ, ഉള്ളതായിട്ടും അതെന്തുകൊണ്ട് പ്രകാശിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ അവിദ്യ മറയ്ക്കുന്നു എന്ന് ഉത്തരവും പറയുന്നു. അവിദ്യ ഇല്ല എന്നറിയുന്നതാണ് ശരിക്കുള്ള ജ്ഞാനം. എന്നിൽ യാതൊരു മറയുമില്ല, ഞാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്സ്വരൂപമായ ആനന്ദമാണ്, ബ്രഹ്മമാണ് എന്നറിയുന്നതാണ് അറിവ്. അപ്പൊ മറയില്ല എന്നുള്ള അറിവാണ് അറിവ്. അപ്പൊ അറിവ് കൊണ്ട് മാത്രമേ ഈ അവിദ്യക്ക് നാശം സംഭവിക്കുകയുള്ളൂ. മറൈപ്പൈ ചേർന്ന വടിവ്, മറയോടുകൂടെ ചേർന്ന് നിൽക്കുന്ന അറിവ്, ജീവബോധം അല്ലെങ്കിൽ ജീവജ്ഞാനം, അത് അവിദ്യ മറ കൊണ്ട് മറയോടുകൂടി ഇരിക്കുന്നു. അതുകൊണ്ട് അതിൽ എല്ലാ തരത്തിലുമുള്ള പരിമിതികളും ഉണ്ട്. വടിവ് ഒൾപടികം, ഒൺപടികം, അത് സന്ധി പിരിക്കുമ്പോ ഒൾപടികം. ഒൾ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന, ഒളി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. അപ്പോൾ ഒൾപടികം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന സ്ഫടികം എന്നാണ്. സ്ഫടികമുണ്ടല്ലോ, സ്ഫടികശില നിർമ്മലമാണ്, പ്രകാശത്തെ നല്ലതുപോലെ പ്രതിഫലിപ്പിക്കും, ശുദ്ധമാണ്, ഒരു തരത്തിലുള്ള അഴുക്കും ആ സ്ഫടികത്തിലില്ല. സ്വതവേ ശുദ്ധമാണ്, നിറമില്ലാത്തതാണ്. പക്ഷെ ഏതെങ്കിലും വസ്തു അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ആ വസ്തുവിന്റെ നിറം അതിനകത്ത് കലർന്നതുപോലെ തോന്നും. ഒരു ചെമ്പരത്തി പൂവാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ സാധാരണ ചെവിയിൽ വെക്കാനുള്ളതാണ്. സ്ഫടികത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ഈ ചെമ്പരത്തി പൂവിന്റെ ചുവന്ന നിറം സ്ഫടികത്തിനകത്ത് വ്യാപിച്ചതുപോലെ തോന്നും. ഈ പൂവ് എടുത്ത് മാറ്റാത്തിടത്തോളം കാലം സ്ഫടികം ചുവന്ന നിറത്തിൽ കാണപ്പെടും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് ചുവന്ന സ്ഫടികമാണ് എന്ന് നമ്മൾ തർക്കിക്കും. പക്ഷെ ഒരിക്കൽ ഈ ചുവന്ന ചെമ്പരത്തിപ്പൂവിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ശുദ്ധമായ സ്ഫടികം നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഉൾപടികം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന സ്ഫടികം. പற்றுകിനും ഒൻറാക, അത് പ്രതിബിംബത്തോടുകൂടെ ചേർന്നിരുന്നാലും ബിംബവസ്തുക്കളാൽ ബാധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ ചെമ്പരത്തിപ്പൂവിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഒരു ചെമ്പരത്തിപ്പൂവ് സ്ഫടികത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചു. ആ പൂവിന്റെ ചുവന്ന നിറം ആ സ്ഫടികത്തിനുള്ളിൽ വ്യാപിച്ചതായി പരന്നതായി നമുക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുമ്പോഴും അതിന്റെ ഉള്ളിൽ ചുവപ്പ് നിറം കലരുന്നില്ല. അത് വെറും തോന്നൽ മാത്രമാണ്. എങ്ങനെ അറിയാം? ഈ പൂ എടുത്ത് മാറ്റൂ, ഇനി പറയൂ അതിനകത്ത് ചുവന്ന നിറമുണ്ടോന്ന്. ഇല്ല. അതുകൊണ്ട്
ചുവന്ന നിറമുള്ള പൂവിന്റെ സാമീപ്യം കൊണ്ട് ആ പൂവിന്റെ ചുവപ്പ് നിറം സ്ഫടികത്തിനകത്ത് കലർന്നതുപോലെ വ്യാപിച്ചതുപോലെ തോന്നുന്നു. പൂവെടുത്ത് മാറ്റിയാൽ ശുദ്ധമായ സ്ഫടികം ബാക്കി നിൽക്കും. അപ്പൊ ആ ബിംബത്തിന്റെ അല്ലെങ്കിൽ ഈ സ്ഫടികത്തിന്റെ സമീപത്ത് വച്ചിരിക്കുന്ന വസ്തുവിന്റെ ഒരു ഗുണങ്ങളും സ്ഫടികത്തിനകത്ത് പ്രവേശിക്കാതെ തന്നെ സ്ഫടികത്തിനകത്ത് പ്രവേശിച്ചതുപോലെ തോന്നുന്നു. ഇതുപോലെ ഉപാധി സംബന്ധം കൊണ്ട്, ഉപാധികളൊക്കെ ജഡങ്ങളാണ്, ജഡധർമ്മങ്ങൾ ആത്മാവിൽ ആരോപിക്കപ്പെടുന്നു. ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക, രൂപം, അതിനൊരു പേര്. ഇത്രയുമാണ് ജഡത്തിന്റെ സ്വഭാവം. ഈ ജഡം എന്നും മനുഷ്യനെ ദുഃഖിപ്പിച്ചിട്ടേ ഉള്ളൂ. ജഡത്തെ ആശ്രയിച്ച് സുഖിച്ചവരാരുമില്ല. അല്പസ്വല്പം സുഖമൊക്കെ അത് നൽകുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ അവസാനം ചതിച്ചിട്ട് കടന്നു പോകും. എല്ലാ ജഡത്തിൻ്റെയും സ്വഭാവം ഇതാണ്. അവനവന്റെ ശരീരമാകുന്ന ജഡവും ഇതേ സ്വഭാവത്തോടു കൂടിയത്. അതൊരിക്കലും നമുക്ക് ശാശ്വതമായ സുഖം തരികയില്ല. ഉൾപടികം പற்றுകിനും ഒൻറാഹ. ആ സ്ഫടിക അടുത്ത് വച്ചിരിക്കുന്ന വസ്തുവിനെ തൻ്റെ ഉള്ളിലാക്കിയതുപോലെ കാണപ്പെടുന്നുവെങ്കിലും അത് ഒരിക്കലും അടുത്ത് വച്ചിരിക്കുന്ന വസ്തുവോ വസ്തുവിന്റെ ഗുണങ്ങളോട് കൂടിയതോ ആവുന്നില്ല. പാൻമൈ പോൽ, പാൻമൈ എന്ന് പറഞ്ഞാൽ സ്വഭാവം എന്നർത്ഥം, നേച്ചർ. അതെന്തുകൊണ്ടാണ്? സ്ഫടികത്തിന്റെ സ്വഭാവമാണ്. എന്താണ് സ്ഫടികത്തിന്റെ സ്വഭാവം? അത് എന്നും ശുദ്ധമാണ്. പക്ഷെ അടുത്ത് വച്ചിരിക്കുന്ന വസ്തുവിന്റെ സ്വഭാവത്തെ അത് തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചതുപോലെ തോന്നും. അത് സ്ഫടികത്തിന്റെ സ്വഭാവമാണ്. ഇതുപോലെ ഈ സ്ഫടികം പോലെ പ്രകാശിക്കുന്ന ഒന്നാണ് ഈ ആത്മാവ്. അത് യഥാർത്ഥത്തിൽ എന്നും ശുദ്ധമാണത്. ഒരു മാലിന്യവും അതിൽ കലർന്നിട്ടില്ല. പക്ഷേ ജഡ സാമീപ്യം കൊണ്ട്, ഈ ജഡം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇല്ലാത്ത മായ ഉണ്ടെന്ന് കാണിക്കുന്നവയാണ് ജഡങ്ങൾ. ആ ജഡം ഉള്ളതുപോലെ തോന്നുന്നത് കൊണ്ട് ജഡസ്വഭാവങ്ങൾ ഈ ചൈതന്യത്തിൽ, ആത്മാവിൽ വ്യാപിച്ചതുപോലെ തോന്നുന്നു. ആർക്ക് എന്നുള്ളൊരു ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടാണ്. ബ്രഹ്മത്തിനല്ല. ഈ സ്ഫടികത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ പൂവിന്റെ നിറത്തെ തൻ്റെ ഉള്ളിൽ സ്വീകരിച്ചു, താൻ സ്വീകരിക്കുന്നു എന്ന് കരുതുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ജീവൻ അജ്ഞാനി ആയതുകൊണ്ട് ജഡധർമ്മങ്ങളെ താനാകുന്ന ആത്മാവിൽ ആരോപിച്ച് ആ സ്വഭാവമൊക്കെ തനിക്കുണ്ട് എന്ന് കരുതി ദുഃഖിക്കുന്നു. സുഖിച്ചാൽ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും കരുതിക്കോളൂ. അന്തിമമായി സുഖമാണ് കിട്ടുന്നതെങ്കിൽ വളരെ സന്തോഷം. പക്ഷെ ദുഃഖമാണ് അനുഭവിക്കുന്നത്. പറ്റുകിനും ഒൻറാകാ പാൻമൈ പോൽ, ഇതാണ് സ്ഫടികത്തിന്റെ സ്വഭാവം. അതുപോലെ ഉറ്റ ഉരുവ സ്വരൂപ സ്വഭാവം ഉനക്ക്. അവിടെ ഉറ്റ എന്ന് പറഞ്ഞാൽ ഉറ്റാരും ഉടയാരും, ഉറ്റവർ മലയാളത്തിൽ പറയാറില്ലേ, അടുത്തവർ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ എന്നൊക്കെയാണ്. ഉറ്റ എന്ന് പറഞ്ഞാൽ നീയാകുന്ന ആത്മാവിന് സ്വന്തമായ സ്വതസിദ്ധമായ ഉരുവം, സ്വരൂപം, സ്വഭാവം ഉനക്ക് വരും. അവിടെ ഓരോ മകാരവും ലോപിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഉരുവ സ്വരൂപ സ്വഭാവം ഉനക്ക്. ഉരുവം, സ്വരൂപം, സ്വഭാവം അത് നിനക്ക് വരും. എപ്പോ? ഈ ജഡവുമായുള്ള താദാത്മ്യത്തെ ഉപേക്ഷിച്ചാൽ. ഇവിടെ ഉരുവം എന്ന് പറഞ്ഞാൽ രൂപം, സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വരൂപം, സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം. സംസ്കൃത പദങ്ങളെ തമിഴിലേക്ക് മാറ്റുമ്പോൾ അവരുടേതായ രീതിയിൽ അവർ ഉച്ചരിക്കും. മലയാളത്തിൽ അങ്ങനെ ആ പ്രശ്നം വരുന്നില്ല. സംസ്കൃത പദങ്ങളെ തത്തുല്യമായി തന്നെ നാം ഉച്ചരിക്കുന്നു. അതുകൊണ്ട് തമിഴ് മാതൃഭാഷയായിട്ടുള്ള ഒരാൾ സംസ്കൃതം പഠിക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ഒരു മലയാളി അത് പഠിച്ചെടുക്കും. അതാണ് മലയാളികൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ്. എന്താണ് രൂപം, സ്വരൂപം, സ്വഭാവം? രൂപം എന്ന് പറഞ്ഞാൽ ആകൃതി, പുറമേ കാണുന്ന ആകൃതി. ജീവന്റെ രൂപത്തെയാണ് പറയുന്നത്. എന്താണ്? താൻ ഒരു ജീവനാണ്, ഒരു വ്യക്തിയാണ് എന്ന് കരുതുന്നുണ്ടല്ലോ, അത് തന്നെയാണ് ജീവന്റെ രൂപം. എന്താണ് ആ വ്യക്തിത്വം കൊണ്ട് ഈ ജീവൻ ഉണ്ടാകുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ
തുടങ്ങിയവ കൊണ്ട് താൻ ബാധിക്കപ്പെടുന്നു എന്ന് കരുതുന്നു. അത് തന്നെയാണ് ജീവന്റെ ആകൃതി അല്ലെങ്കിൽ രൂപം. അഹങ്കാരം, ഞാൻ, എന്നോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപാധികളാൽ സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അതാണ് ജീവന്റെ രൂപം. ഇനി ജീവന്റെ സ്വരൂപം, യഥാർത്ഥത്തിൽ ഈ ജീവൻ എന്താണ്? അതാണ് ജീവന്റെ സ്വരൂപം, ബ്രഹ്മം. ജീവന്റെ സ്വരൂപം ബ്രഹ്മം, ചിത്ത്, ബോധം, സുഖമാണ്, ആനന്ദമാണ് ബ്രഹ്മസ്വരൂപം. അതായത് ജീവൻ യഥാർത്ഥത്തിൽ എന്താണോ അതാണ് ജീവന്റെ സ്വരൂപം. അവശേഷിക്കുന്നത് എന്താ? സ്വഭാവം. സ്വഭാവം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്ഥിതി. ഈ സ്വരൂപമല്ല, രൂപത്തിനും സ്വഭാവത്തിനും ചെറിയ വ്യത്യാസമുണ്ട്. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവന്റെ സ്വഭാവം? താനല്ലാത്തതിനെ തന്നിൽ ആരോപിച്ച് അത് താനാണ് എന്ന് തെറ്റിദ്ധരിക്കുക. ഇതാണ് ജീവന്റെ സ്വഭാവം. ഏതുപോലെ ആ സ്ഫടികത്തിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന വസ്തുവിനെ അതിൻ്റെ ഒരു പ്രതിച്ഛായ അത് ഉള്ളിലേക്ക് സ്വീകരിച്ച് ആ വസ്തുവിൻ്റെ ഗുണങ്ങളോട് കൂടിയതുപോലെ കാണപ്പെടുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് ജീവനും ചെയ്യുന്നത്. ജീവന് വാസ്തവത്തിൽ ജഡവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ജഡോപാധികളിലുള്ള താദാത്മ്യം കൊണ്ട് താൻ അവയാണെന്നും ആ ഗുണങ്ങൾ തനിക്കുണ്ട് എന്നും കരുതുന്നു. ഇങ്ങനെ ശരീരവുമായി താദാത്മ്യപ്പെടുമ്പോഴാണ് ഞാൻ ജനിച്ചു, ഞാൻ വളരുന്നു, ഞാൻ ബാലനാണ്, യുവാവാണ്, വൃദ്ധനാണ്, ഞാൻ മരിച്ചു പോകും, എന്നെ ജരാനരകൾ ബാധിക്കുന്നു, ഞാൻ രോഗിയാണ്, ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ജഡധർമ്മങ്ങളെ തന്നിൽ ആരോപിക്കുന്നത് കൊണ്ടാണ്. അതിനെ തന്നെയാണ് ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത്. നീ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ ആത്മാവിൻ്റെ യഥാർത്ഥ രൂപവും സ്വരൂപവും സ്വഭാവവും നിനക്ക് കൈവരും. സ്വഭാവമുനക്ക് വരും, അത് നിനക്ക് സ്വന്തമാകും. ബ്രഹ്മത്തിന്റെ രൂപം, സ്വരൂപം, സ്വഭാവം. ജീവന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഈ ജീവന്റെ തെറ്റിദ്ധാരണ നീങ്ങിയാൽ, ഉപാധികളിലുള്ള താദാത്മ്യം അറിവ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടാൽ അത് ബ്രഹ്മമാകും. എന്താണ് ബ്രഹ്മത്തിന്റെ രൂപം എന്ന് ചോദിച്ചാൽ ചിത്താണ് രൂപം. സ്വരൂപം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ സത്താണ്. സത്തും ചിത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റിയാലും തെറ്റില്ല. കാരണം ഈ രൂപവും സ്വഭാവവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. സത്ത് രൂപമാണെന്ന് പറയാം, ചിത്ത് സ്വഭാവമാണെന്ന് പറയാം, ആനന്ദം സ്വരൂപമാണെന്നും പറയാം. അത് തമ്മിൽ വളരെ നേരിയ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും നീ സച്ചിദാനന്ദ സ്വരൂപനായി തീരും. ബ്രഹ്മത്തിന്റെ ഗുണങ്ങളെന്ന് പറയാൻ പറ്റില്ല, ബ്രഹ്മത്തിന്റെ സ്വരൂപമായ സത്ത്, ചിത്ത്, ആനന്ദം അത് നിന്റേതായി തീരും എന്ന് പറഞ്ഞാൽ നീ ബ്രഹ്മമാണ്, ഞാൻ ബോധമാണ്, നാശമില്ലാത്തവനാണ്, സുഖസ്വരൂപനാണ് എന്നുള്ളത് അറിയാറാകും. അടൈവ് ശൊന്നോം മതി, അത് ചേർന്നിട്ടാണ് അടൈവ് ശൊന്നോ മതി. എന്നുള്ളത് ലോപിച്ചു പോകും. അടൈവ് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം, ഉപായം എന്നൊക്കെയാണ് അർത്ഥം. അടൈവ്, നിനക്ക് ബ്രഹ്മമായി തീരാനുള്ള മാർഗം ഞങ്ങൾ പറഞ്ഞു തന്നു. മതി, മലയാളത്തിലെ മതി അല്ല, വിചാരം ചെയ്യൂ, ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കൂ, വിശകലനം ചെയ്യൂ, മനനം ചെയ്യൂ എന്നാണ് അർത്ഥം. എന്താണ് ഈ ജീവന് ബ്രഹ്മമായി തീരാനുള്ള ഉപായം പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ്? ജഡത്തിലുള്ള താദാത്മ്യത്തെ ഉപേക്ഷിക്കുക. ഈ ജഡവുമായി എനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ബുദ്ധി കൊണ്ടങ്ങ് ഉറപ്പിക്കുക. ആ താദാത്മ്യം നഷ്ടമാകുമ്പോൾ ഈ ജീവൻ ശുദ്ധ ബ്രഹ്മമായി തീരുന്നല്ല, താൻ ബ്രഹ്മമായിരുന്നു, എന്നും ബ്രഹ്മമാണ്, അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു അറിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഉള്ളിൽ. അറിവ് എന്ന് പറയുന്നതിനേക്കാളും തിരിച്ചറിവാണ്, റെക്കഗ്നിഷൻ. എന്താണ് ഈ തിരിച്ചറിവിനും അറിവിനും തമ്മിലുള്ള വ്യത്യാസം? അറിവ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് ഇല്ലാതിരുന്ന ഒന്ന് പുതിയതായിട്ട് അറിവിന് വിഷയമാകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അറിവ്. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കുമ്പോഴും അത് നാം തന്നെയാണ്.
ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവല്ല, തിരിച്ചറിവാണ് ആത്മജ്ഞാനം. അതായത് ഞാൻ അറിയാതിരിക്കുമ്പോഴും, എൻ്റെ സ്വരൂപത്തെ അറിയാതിരിക്കുമ്പോഴും ഞാൻ ബ്രഹ്മം തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, ഇനി മേലും അങ്ങനെയായിരിക്കും. ഈ ജഡനാമരൂപങ്ങളാണ് എന്നിൽ വരികയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ അധിഷ്ഠാനമാണ് എന്നുള്ള അറിവ്, അതൊരു തിരിച്ചറിവാണ്. അറിയുന്നില്ല എന്നുള്ള ഒരു ദോഷമേ ഉള്ളൂ, അല്ലാതെ അതൊരു പുതിയ അറിവല്ല. നേരത്തെ തന്നെ ഞാൻ ബ്രഹ്മമായിരുന്നു എന്നാണ് ഒരു ആത്മജ്ഞാനി സാക്ഷാത്കരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ അറിവ് നേടി അദ്ദേഹം ബ്രഹ്മമാവുകയല്ല ചെയ്യുന്നത്. നേരത്തെ തന്നെ അജ്ഞാന ദശയിൽ തന്നെ ഞാൻ ബ്രഹ്മമായിരുന്നു. അതുകൊണ്ടാണ് അതിനെ തിരിച്ചറിവ് എന്ന് പറഞ്ഞത്. സ്വന്നോ, ആ ആത്മസ്വരൂപമായി തീരാനുള്ള വഴി, പദ്ധതി ഞങ്ങൾ പറഞ്ഞു തന്നു. മതി, ഇതിനെ വിചാരം ചെയ്യൂ. ഇന്ദ്രിയങ്ങളോട് ചേർന്നിരുന്നാലും ഇന്ദ്രിയ അറിവിൽ പെടാതെ ശുദ്ധ സ്ഫടികം പോലെ വേർപെട്ട് നിൽക്കലാണ് ജീവന്റെ രൂപം. ഈ ജീവൻ ഉപാധികളുമായി താതാത്മ്യപ്പെടുമ്പോഴും അതിൻ്റെ സ്വഭാവത്തിന് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ ജീവൻ യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ്. സ്ഫടികം പോലെ ഒരു നിറമുള്ള പുഷ്പത്തിന്റെ സമീപത്ത് സ്ഫടികം കൊണ്ട് വയ്ക്കുമ്പോൾ ആ നിറം അതിലേക്ക് വ്യാപിച്ചതായി തോന്നാമെങ്കിലും ശരിക്കും ആ നിറം സ്ഫടികത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. ശുദ്ധ സ്ഫടികം പോലെ വേർപെട്ട് നിൽക്കലാണ് ജീവന്റെ രൂപം. ശുദ്ധ സ്ഫടികം പോലെ മലരഹിതമായി ശുദ്ധ നില കൊള്ളുന്നതാണ് ജീവന്റെ സ്വരൂപം. ഈ ശുദ്ധി ആർജിക്കുക എന്ന് പറയുന്നതും തെറ്റാണ്. താൻ എന്നും ശുദ്ധനാണ് എന്ന് തിരിച്ചറിയുക. എന്നിൽ യാതൊരു തരത്തിലുള്ള മാലിന്യവും ഇല്ല. രാഗം, ദ്വേഷം, കാമം, ക്രോധം, ഭയം, ലജ്ജ, ഇങ്ങനെയുള്ള ഒരു വികാരങ്ങളും എൻ്റെ സ്വരൂപത്തിലില്ല. ഞാൻ എന്നും ശുദ്ധനാണ് എന്ന് എന്നതാണ് ജീവന്റെ സ്വരൂപം. ചെമ്പിലെ ക്ലാവ് പോലെ കിഞ്ചിജ്ഞതയോടെ, കിഞ്ചിജ്ഞത അല്പജ്ഞാനം എന്നർത്ഥം. ചെമ്പ് കുറെ കാലം ഉപയോഗിക്കാതിരുന്നാൽ ചെമ്പ് പാത്രങ്ങളുടെ പുറത്ത് ക്ലാവ് പിടിക്കും. വിഷമാണ്. നല്ല പുളി വെച്ച് തേച്ച് മിനുക്കിയെടുക്കാതെ അതിൽ ആഹാരമോ എന്തെങ്കിലും പാചകം ചെയ്താൽ ഫുഡ് പോയിസണിങ് വരും. ഭക്ഷ്യവിഷമാണ് ക്ലാവ്. ചെമ്പിലെ ക്ലാവ് പോലെ കിഞ്ചിജ്ഞതയോടെ അഹങ്കാരമാകുന്ന കട്ടിപ്പുതപ്പ് മൂടിക്കൊണ്ട് നിൽക്കുന്നതാണ് ജീവന്റെ സ്വഭാവം. ഞാൻ അല്പജ്ഞനാണ്, അല്പവ്യാപിയാണ്, അല്പശക്തനുമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഈ അജ്ഞാനമാകുന്ന കട്ടിപ്പുതപ്പ് കൊണ്ടുണ്ടായതാണ്. ഇങ്ങനെ ജീവനായ നിനക്ക് രൂപം, സ്വരൂപം, സ്വഭാവം എന്നീ 3 ഭാവങ്ങൾ ഉണ്ടാകുന്നതിനെ നീ അറിഞ്ഞുകൊള്ളുക. പുതിയതായിട്ടുണ്ടാകുന്നതല്ല, നേരത്തെ ഇത് 3 ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു. നിന്റെ ശരിക്കുള്ള രൂപവും സ്വരൂപവും സ്വഭാവവും നീ തിരിച്ചറിയണം. അടുത്ത പദ്യം വായിക്കാം. നിനൈപ്പു മറപ്പറ്റ് നിറൈന്ത വറിവായി അനൈത്തുടനു നിன்றമ്പരമായി തനക്കരുളി തന്നാനന്ദത്തെ തനക്കളിത്ത ശർക്കരയെ അന്നാന് കിന്നവൈ മൂன்றாம். നിനൈപ്പ് മറപ്പ് അറ്റ്. നനയ്ക്കുക, വിചാരിക്കുക, സ്മരിക്കുക. മറപ്പ് മറന്നു പോവുക, വിസ്മരിക്കുക. നിനൈപ്പ് മറപ്പ് അറ്റ്. സ്മരിക്കലും വിസ്മരിക്കലും അറ്റുപോയി. ഈ ആത്മാവിനെ സദാ വിചിന്തനം ചെയ്യണം. സർവേഷു കാലേഷു മാം അനുസ്മര. ആർക്കാണ് ഈ അനുസ്മരണം? മറന്നു പോകുന്നവരാണ് അനുസ്മരണം. തൻ്റെ സ്വരൂപത്തെ ഒരിക്കലും മറക്കാത്ത ഒരാൾക്ക് സ്മരണയുടെ പോലും ആവശ്യമില്ല. എന്തിനാ? ഞാൻ ആരെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കുന്നില്ലെങ്കിൽ ഇനിയിപ്പോ ഞാൻ ബ്രഹ്മമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിക്കണം. മറന്നുപോയവർ ഓർമ്മിക്കട്ടെ എന്നാണ് ശങ്കരാചാര്യർ പ്രൗഢാനുഭൂതിയിൽ പറയുന്നത്. ആത്മാനാത്മ വിവേചനം ച മമനോ വിദ്വത്കൃതാലോചതേ. ആത്മാനാത്മ വിവേചനം വിദ്വാൻമാരാണ് ചെയ്യുന്നത്. പാകതയുള്ളവർ, സാധന ചതുഷ്ടയ സമ്പത്ത് നേടിയവരാണ് ആത്മാവ് അനാത്മാവ് ഇത് രണ്ടിനെയും വേർതിരിച്ചറിഞ്ഞ് അനാത്മാവിനെ ഉപേക്ഷിച്ച് താൻ ആത്മാവാണ് എന്നുള്ള സ്മരണയിൽ നിൽക്കുന്നത്. അവരൊക്കെ വിദ്വാൻമാരാണ്, അറിവുള്ളവരാണ്. പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെയും ആവശ്യമില്ല. ആർക്ക്? ജ്ഞാനിക്ക്. വിദ്വാൻമാർ ചെയ്യുന്ന ആത്മാനാത്മ വിവേചനം ഉണ്ടല്ലോ, ജഡബോധങ്ങളെ വേർതിരിക്കുന്ന ഒരു സ്വഭാവം അറിവുള്ളവർക്കുണ്ട്. പക്ഷേ
അതുപോലും എനിക്കിപ്പോ ഇഷ്ടമല്ലാതായിരിക്കുന്നു. അതെന്തുകൊണ്ടാ അങ്ങേക്കിപ്പോ അത് ഇഷ്ടമല്ലാതായത്? വളരെ വിശേഷപ്പെട്ടതാണല്ലോ ഈ ആത്മാനാത്മ വിവേചനം. അതുണ്ടെങ്കിലേ ഈ താദാത്മ്യത്തെ നശിപ്പിക്കാൻ പറ്റും. ബോധമായ താൻ ജഡമാണെന്നും ജഡമായ ശരീരം ചൈതന്യരൂപനായ താനാണെന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അധ്യസിച്ചിരിക്കുകയാണ്. ജഡധർമ്മങ്ങളെ ബോധത്തിലും ബോധധർമ്മങ്ങളെ ജഡത്തിലും ആരോപിച്ച് ഈ ജീവൻ ആകപ്പാടെ കുഴങ്ങിപ്പോയിരിക്കുന്നു. അപ്പോ ആത്മാനാത്മ വിവേചനം അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഈ ആത്മാവിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വിവേചനത്തിന്റെയും ആവശ്യമില്ലാതായിരിക്കുന്നു. എന്തുകൊണ്ടെന്നോ, അനാത്മാനാസ്തി യദസ്തി ഗോചരവപുഃ കോവാ വിവേക്തും ക്ഷമി. ഞാൻ ആത്മാവിനെ ഇപ്പൊ സാക്ഷാത്കരിച്ചു. ആത്മാവിനെ സാക്ഷാത്കരിച്ചപ്പോ അനാത്മാ അല്ലെങ്കിൽ ജഡം എന്നൊന്ന് ഇല്ല എന്ന് മനസ്സിലായി. ഞാനിപ്പോ എന്തിൽ നിന്ന് ഏതിനെയാണ് വേർതിരിക്കേണ്ടത്? പറയൂ എന്നാണ്. നിങ്ങൾ പറയൂ. ഈ വിവേചനം, വിചാരം, വിശകലനം ഇതൊക്കെ രണ്ടുള്ളിടത്തേ ഉള്ളൂ. ജഡവും ബോധവും രണ്ടിനെയും രണ്ടെണ്ണം ഉണ്ട്. അസ്തിത്വത്തിന്റെ രണ്ട് പ്രകടനങ്ങളാണ്. ഇവ സത്യമാണ് എന്ന് കരുതുന്നിടത്തോളം കാലം മാത്രമേ ഒരാൾക്ക് ആത്മാനാത്മ വിവേചനം ചെയ്യാൻ പറ്റൂ. ആത്മാവിനെ സാക്ഷാത്കരിച്ചവന് ഇതെല്ലാം ആത്മമയമായി തീർന്നിരിക്കുന്നു. അവന് പിന്നെ ജഡമില്ല. പിന്നെ ഏതിൽ നിന്ന് ഏതിനെ വേർതിരിക്കണം? ആർക്ക് വിവേചിക്കാൻ പറ്റും എന്നാണ്. അനാത്മാവെന്നൊന്നില്ല. അന്വേഷണത്തിന്റെ ആരംഭദശയിൽ ബോധം ജഡം എന്ന് രണ്ടെണ്ണം ഉള്ളതുപോലെ തോന്നി. അവസാനം സത്യം സാക്ഷാത്കരിച്ചപ്പോ മനസ്സിലായതെന്താ? ആത്മാവ് മാത്രമേ ഉള്ളൂ, അനാത്മാവ് ജഡം ഇല്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ എന്തിനെയാ വിവേചിച്ചറിയേണ്ടത്? അപ്പോഴെന്താ? വിചാരത്തെയും നമുക്ക് വേണ്ടെന്ന് വെക്കാം. വിവേചനം അതും അനാവശ്യമായിത്തീരുന്നു എന്നാണ്. നിനയ്പ് മറപ്പ് അറ്റ്, ഓർമ്മിക്കുക മറക്കുക, ഇത് രണ്ടും അന്തഃകരണ തലത്തിലോ അല്ലെങ്കിൽ മനസ്തലത്തിലോ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓർമ്മയും മറവിയും. മനസ്സിന്റെ തലത്തിനെ അതിവർത്തിച്ചവന് ഓർമ്മ, മറവി ഇവ തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇല്ലാതെയായി. മനസ്സിന്റെ തലത്തിൽ നിൽക്കുന്നവർക്കാണ് ഈ വ്യത്യാസം. ഞാൻ ഓർമ്മിക്കുന്നു, എനിക്ക് മറന്നുപോയി. എനിക്ക് എന്നെ ഓർമ്മ വന്നു എന്നാരെങ്കിലും പറയൂ? എനിക്ക് എന്നെ മറന്നുപോയി എന്നും പറയാറില്ലല്ലോ. ഞാൻ എന്നെ മറന്നുപോയി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് എന്നെ ഓർമ്മ വന്നു. ഈ അൽഷിമേഴ്സ് അങ്ങനെയുള്ള ചില അസുഖങ്ങളുണ്ട്. അവർ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും ഞാൻ ആരാണ്, എൻ്റെ പേര് തന്നെ എനിക്ക് മറന്നുപോയി എന്ന്. അത് മസ്തിഷ്ക കോശങ്ങളുടെ ജീർണത കൊണ്ട് സംഭവിക്കുന്നതാണ്. വാർദ്ധക്യത്തിലാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ ബോധമുള്ള ഒരാൾ ഒരിക്കലും തന്നെ മറന്നു എന്നോ തനിക്ക് ഓർമ്മ വന്നു എന്നോ പറയേണ്ട കാര്യമില്ല. നിനയ്പു മറപ്പറ്റ് നിറൈന്ത അറിവായി, നിറഞ്ഞു നിൽക്കുന്ന അറിവ്, പൂർണ്ണമായ അറിവ്. ഈ ബോധം സമ്പൂർണമാണ്. അതിൽ യാതൊരു കുറവുമില്ല. കേവലമാണത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. അതില്ലാത്ത ഒരു ബിന്ദു പോലും ഈ പ്രപഞ്ചത്തിൽ കാണാനില്ല. നിറൈന്ത അറിവായി അനൈത്തുടനും നിன்று അമ്പരമായി, എല്ലാറ്റിനെയും സ്പർശിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാറ്റിൻ്റെയും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നു ഈ ആത്മാവ്. എന്നാൽ ഈ ജഡദൃശ്യങ്ങൾ കൊണ്ടൊന്നും അത് ബാധിക്കപ്പെടുന്നുമില്ല. സാധാരണ ഒരു വസ്തുവിൻ്റെ അകത്തും പുറത്തും വേറൊന്ന് വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ ആ വ്യാപിക്കപ്പെട്ട വസ്തു ഉണ്ടല്ലോ, അതിൻ്റെ ഗുണമോ ദോഷമോ ഈ വ്യാപിച്ച വസ്തുവിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കണ്ടേ? സാധാരണ ബാധിക്കണം എന്നാണ്. ഒരു കലത്തിൽ നമ്മൾ അല്പം വെള്ളം എടുക്കുന്നു, ചൂടാക്കുന്നു. കലം ചൂടാകുമ്പോൾ വെള്ളവും ചൂടാവുന്നില്ലേ? ഈ ഉദാഹരണം ഭാഗവതത്തിൽ വരുന്നതാണ്, ജഡഭരതന്റെ കഥയിൽ വരുന്നതാണ്. ശരീരത്തിൽ കുടികൊള്ളുന്നതാണ് ഈ ചൈതന്യം അല്ലെങ്കിൽ ജീവൻ, ആത്മാവ്. അപ്പോൾ ശരീരധർമ്മങ്ങൾ, ശരീരത്തിന് വരുന്ന സുഖവും ദുഃഖവും ഈ ആത്മാവിനെയും ബാധിക്കേണ്ടതല്ലേ? ബാധിക്കുന്നതായിട്ടാണല്ലോ എല്ലാവർക്കും അനുഭവം. പിന്നെ അങ്ങ് എന്തുകൊണ്ട് പറയുന്നു ഈ ആത്മാവ് ഒന്നുകൊണ്ടും ബാധിക്കപ്പെടുന്നില്ല, ശരീരധർമ്മങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതിനുള്ള ഉദാഹരണമായിട്ടാണ് പറയുന്നത്. നമ്മൾ ചോറുണ്ടാക്കാൻ ഒരു കലത്തിൽ വെള്ളമെടുത്ത് ആ വെള്ളം തിളയ്ക്കുന്നത് വരെ ചൂടാക്കും. എന്നിട്ടാണ് ഈ അരി അതിലോട്ട് ഇടുക.
അരിയില് അഗ്നി നേരിട്ട് അരിയുമായി ബന്ധപ്പെടുന്നുണ്ടോ? ഇല്ല. അരി കിടക്കുന്നത് വെള്ളത്തിൽ, വെള്ളം ഇരിക്കുന്നത് കലത്തിൽ, കലത്തിന്റെ ചുവട്ടിലാണ് അഗ്നി കത്തുന്നത്. അപ്പൊ ആ അഗ്നിയുടെ ചൂട് കലത്തിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ കിടക്കുന്ന അരിയിലേക്കും വ്യാപിച്ചാണ് അരി വേവുന്നത്. ഇതുപോലെ ശരീരത്തിനകത്തിരിക്കുന്ന ആ ചൈതന്യം ശരീരധർമ്മങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടേണ്ടതല്ലേ? അങ്ങെന്തുകൊണ്ട് ശരീരധർമ്മങ്ങളോ മനോധർമ്മങ്ങളോ കൊണ്ട് അത് ബാധിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു എന്നാണ് ജഡഭരതനോട് ചോദിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഉത്തരം എന്താ? താൻ ഈ അരിയുടെയും വെള്ളത്തിന്റെയും കലത്തിന്റെയും ഒക്കെ കഥ പറഞ്ഞല്ലോ, അത് ഓക്കെ. പക്ഷെ അതുപോലെയല്ല ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്ഥിതി. ലൗകികമായ ഉദാഹരണങ്ങളെ ആധ്യാത്മശാസ്ത്രത്തിൽ പ്രയോഗിച്ച് തെറ്റായ നിഗമനത്തിൽ എത്തിച്ചേരരുത്. നമുക്ക് കേട്ട നല്ല യുക്തിയാണെന്ന് തോന്നും, ഗംഭീരമാണ്. അരിക്കകത്ത് വെള്ളവും അഗ്നി പുറത്തുമാണ്. ഈ ആത്മാവ് ശരീരത്തിനകത്തുണ്ട് എന്ന് പറയുമ്പോഴും അത് പുറത്തുണ്ട്. ചൈതന്യം ജഡബാധ ഏൽക്കുന്നില്ല. ജഡം കൊണ്ട് അത് ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല. അതെന്തുകൊണ്ട് ബാധിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ജഡമെന്നൊന്ന് യഥാർത്ഥത്തിൽ ഇല്ല. ഉണ്ടെങ്കിലല്ലേ അത് ബാധിക്കപ്പെടൂ. പക്ഷെ ചൈതന്യം ഉള്ളതാണ്. ചൈതന്യം ഉള്ളതും ജഡം ഇല്ലാത്തതുമാണ്. ഇല്ലാത്തത് ഉള്ളതിനെ എങ്ങനെ ബാധിക്കും? ഇനി തിരിച്ചാവാൻ പറ്റുമോ? ഉള്ളത് ഇല്ലാത്തതിനെ ബാധിക്കുമോ? അതും സാധ്യമല്ല. ഉള്ളത് എന്ന് ഒന്നാണ്. അതിനെ ബാധിക്കാനോ അതിന് ബാധിക്കാനോ രണ്ടാമതൊന്നില്ല. അതുകൊണ്ട് ഇവിടെ ബാധ എന്നുള്ളത് ഒരു തരത്തിലും ചേരില്ല. ചൈതന്യത്തെ ജഡം ബാധിക്കുകയോ ജഡത്തെ ചൈതന്യം ബാധിക്കുകയോ സാധ്യമല്ല. ചൈതന്യത്തെ ജഡം ബാധിക്കാതിരിക്കാൻ എന്താ കാരണം? ജഡം എന്നൊന്ന് വേറിട്ടില്ല. ചൈതന്യത്തിൽ തോന്നുന്ന ഒരു ഭ്രമമാണ്. മരുഭൂമിയിലെ കാനൽ ജലം മരുഭൂമിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇനി തിരിച്ചാവാമോ? മരുഭൂമിക്ക് ജലത്തെ ബാധിക്കാൻ പറ്റുമോ? ചിത്തിന് ജഡത്തെ ബാധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉള്ളതിന് വേണ്ടേ ബാധിക്കാൻ. ജഡമില്ലാത്തതാണല്ലോ. ജഡം ഇല്ലാത്തത് കൊണ്ട് ജഡം ബോധത്തെ ബാധിക്കില്ല. ബോധം ഉള്ളത് കൊണ്ടും ജഡം ഇല്ലാത്തത് കൊണ്ടും ബോധം ജഡത്തിനെ ബാധിക്കേണ്ട കാര്യമില്ല. ബാധിക്കാനും ബാധിക്കപ്പെടാനും രണ്ടെണ്ണം വേണ്ടേ? എന്നാലല്ലേ നമ്മൾ ഈ ബാധിക്കുക എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് രോഗം ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? ശരീരത്തിൽ രോഗമില്ല. രോഗം ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒന്നാണ്. ആ രോഗം ശരീരത്തെ ബാധിക്കുന്നു. ഇങ്ങനെയാണല്ലോ പറയുന്നത്. രമണ മഹർഷി വേറൊരു രീതിയിൽ പറയും, ശരീരത്തിനെ രോഗം ബാധിക്കുമ്പോൾ രോഗത്തെ രോഗം ബാധിക്കുന്നു എന്ന് കരുതിക്കൊള്ളണം എന്നാണ്. ഉടമ്പേ വലിയ വ്യാധി പോയി. ശരീരം തന്നെ ഒരു രോഗമാണ്. സാധാരണ രോഗമല്ല, മഹാരോഗം. അപ്പൊ ശരീരത്തിന് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ മഹാരോഗത്തെ ഒരു സാധാരണ രോഗം ബാധിക്കുന്നു. രോഗത്തിന് രോഗം വന്നാൽ തനിക്കെന്താന്നാണ്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. രോഗത്തിന് രോഗം വന്നാലേ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ ഈ രോഗം തന്റെ സ്വരൂപമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ താൻ ദേഹമാണെന്ന് കരുതുന്ന ജീവൻ തന്നെ രോഗം ബാധിക്കുന്നു എന്ന് കരുതി ദുഃഖിക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പൊ ഈ താദാത്മ്യം, അധ്യാസം, അതാണ് ഇല്ലാതാവേണ്ടത്. ഇവിടെ എന്താ ഉദാഹരണം പറയുന്നത്? അമ്പരമായി ആകാശം, ചെറിയ കുടത്തിനകത്തും വലിയ കുടത്തിനകത്തും ആ ഉപാധിയുടെ വലിപ്പ ചെറുപ്പങ്ങൾ നോക്കാതെ എല്ലാറ്റിനകത്തും തുല്യമായി വ്യാപിച്ചിരിക്കുന്നു. ആ കുടത്തെ ചൂടാക്കിയാൽ കുടത്തിനകത്തുള്ള ജലം ഒരുപക്ഷെ ചൂടാവും, ആകാശം ചൂടാവില്ല. വായു ചൂടായി എന്ന് വരാം. പക്ഷെ ഏറ്റവും സൂക്ഷ്മമായ ആകാശം എന്നുള്ള ഭൂതം ഈ കുടത്തെയോ കുടത്തിനെ ബാധിക്കുന്ന മറ്റു ബാധകളെയോ കൊണ്ട് ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല. എന്നാൽ അത് കുടത്തിനകത്തും പുറത്തും വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ഒരു സാന്നിധ്യമാണ്, അതിസൂക്ഷ്മമായ ഒരു സാന്നിധ്യമാണ്. അത് ശരീര, മനോ, ബുദ്ധി, അഹങ്കാരങ്ങൾക്കപ്പുറത്തുള്ളതാണ്. എന്നാൽ എല്ലാറ്റിനകത്തും അത് വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവയുടെ ധർമ്മങ്ങൾ ആ ചൈതന്യത്തെ ബാധിക്കുന്നില്ല. സുഖദുഃഖങ്ങൾ ആത്മാവിനെ സ്പർശിക്കുന്നില്ല. അവ മനസ്സിലാണ്. രോഗം, വേദന തുടങ്ങിയവ ജഡശരീരത്തെയാണ് ബാധിക്കുന്നത്, ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇങ്ങനെ
ഏതൊക്കെ അധ്യാരോപങ്ങൾ നാം നമ്മിൽ ആരോപിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട്, വിചാരം കൊണ്ട് അവയിൽ നിന്നൊക്കെ സ്വയം മോചിപ്പിക്കണം. അതേ ഉള്ളു മാർഗം. അനൈത്തുടനും നിன்ற അമ്പലമായി ആകാശം പോലെ വ്യാപിച്ചു നിൽക്കുന്നു. ഇത് മനസ്സിനകത്തും കടന്നു നിൽക്കുന്നുണ്ട്, ബുദ്ധിക്കകത്തുമുണ്ട്. അഹങ്കാരമായി പ്രകടമായിരിക്കുന്നത് ഇതാണ്. ശരീരത്തിന്റെ അകത്തും പുറത്തും ഈ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഇവ കൊണ്ടൊന്നും യാതൊരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല ഈ ആത്മാവ്. അതെന്ത് ചെയ്യുന്നു? തനക്കരുളി തന്നാനന്ദത്തെ തനക്കളിത്ത ശർക്കരയെ. ശർക്കര മലയാളത്തിലാണെങ്കിൽ അറിയാമല്ലോ, അർത്ഥം അറിയാമല്ലോ, ശർക്കര. തമിഴില് ശർക്കര അവർ പറയുന്നത് ചക്കര എന്നാണ്. ചക്കര എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നാണ്. ജീനി എന്നും പറയും. അപ്പൊ ചെറിയൊരു വ്യത്യാസമുണ്ട് മലയാളത്തിലെ ശർക്കരയ്ക്കും തമിഴിലെ ശർക്കരയ്ക്കും. രണ്ടിൻ്റെയും സ്വരൂപം മാധുര്യമായതുകൊണ്ട് എങ്ങനെ അർത്ഥം എടുത്താലും ഇവിടെ വ്യത്യാസം വരുന്നില്ല. തനക്കരുളി, ഈ അവിദ്യയാകുന്ന മറ ഇല്ലാതാകുമ്പോൾ സ്മരണയും വിസ്മരണവും എല്ലാം അപ്രത്യക്ഷമാകും. എന്തുകൊണ്ട്? ആ തലങ്ങളെയൊക്കെ കവച്ചു വയ്ക്കുന്നു ഈ ജ്ഞാനി. അയാളുടെ സ്ഥിതി ഇപ്പോൾ ആത്മതലത്തിലാണ്. അങ്ങനെ ഒരു സ്ഥിതിയിലെത്തുമ്പോൾ ഈ ബോധമുണ്ടല്ലോ, സത്ത് ചിത്ത ആനന്ദം സ്വരൂപമായിട്ടുള്ളത്, അത് തനിക്ക് തന്നെ സുഖത്തെ നൽകുന്നു. ആ പരമാത്മാവിന്റെ സ്വരൂപമാണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞു. അതിൽ സത്ത് ചിത്ത് എന്നുള്ളതിനെ അപേക്ഷിച്ച് ആനന്ദമാണ് മുന്നിട്ട് നിൽക്കുന്ന ഗുണം. സത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, ഒരു ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, പെട്ടെന്ന് നമുക്കത് പിടികിട്ടില്ല. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം, അതും അതുപോലെ സൂക്ഷ്മമായ ഒന്നാണ്. പക്ഷെ ആനന്ദം എന്നുള്ളത് അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മൾ സുഖം എന്ന പേരിൽ അനുഭവിക്കുന്നത്. അപ്പൊ ആ ആനന്ദം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ ആത്മാവ് എന്ത് ചെയ്യുന്നു? താനായിരിക്കുന്ന ജീവന് തൻ്റെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. തെറ്റിദ്ധാരണ കൊണ്ട് ജീവഭാവത്തെ പ്രാപിച്ചതാരാണ്? ഈ ബ്രഹ്മം തെറ്റിദ്ധാരണ കൊണ്ട് പ്രാപിച്ചതാണ്. ശരിയായ ധാരണ ഉണ്ടാകുമ്പോൾ തൻ്റെ സ്വരൂപമായ ആനന്ദത്തെ ഈ പരമാത്മാവ് ജീവന് നൽകുന്നു. തനക്കരുളി, അത് അനുഗ്രഹിച്ച്. ആത്മാവ് ആരെയാ അനുഗ്രഹിക്കുന്നത്? താനായിരിക്കുന്ന ജീവനെ, വേറെ ആളല്ല. നമ്മൾ പറയുന്ന എനിക്ക് ഈശ്വരാനുഗ്രഹം വേണമെന്ന്, ഈ അനുഗ്രഹം വേണമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ഈശ്വരനാണ്. പാവ അറിയുന്നില്ല, അതുകൊണ്ട് ഈശ്വരന്റെ അടുത്ത് അനുഗ്രഹം ചോദിക്കും. താൻ ഈശ്വരനാണ് എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അനുഗ്രഹം ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്തുകൊണ്ട്? എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഈശ്വരനാണ് ഞാൻ, എനിക്കെന്തിനി അനുഗ്രഹം? ആരുടെ അനുഗ്രഹം? ഇതെല്ലാം ഭേദചിന്തയിൽ നിന്ന് വരുന്നതാണ്. വേറെ 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 ദ്വൈതം. തനക്കരുളി തന്നാനന്ദത്തെ, തൻ്റെ സ്വരൂപമായ ആനന്ദത്തെ തനക്കളിത്ത ശർക്കരയെ. ഇതേതുപോലെയാണ് ഈ ആനന്ദസ്വരൂപനായ ആത്മാവ് തൻ്റെ സ്വരൂപാനന്ദത്തെ ജീവന് പകർന്നു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പഞ്ചസാര പോലെയാണ്. പഞ്ചസാരയെ പോലെയാണ്. പഞ്ചസാര മാധുര്യം കട്ട പിടിച്ചതാണല്ലോ. ഈ പഞ്ചസാര മാധുര്യമില്ലാത്ത മറ്റ് പദാർത്ഥങ്ങളിൽ ചേർക്കുമ്പോൾ അവയും മധുരമുള്ളവയായി തീരുകയാണല്ലോ ചെയ്യുന്നത്. നാരങ്ങ വെള്ളത്തിലൊക്കെ പഞ്ചസാര ഇട്ട് കുടിക്കാറില്ലേ? അതുപോലെ മൈസൂർ പാക്ക്, അതുപോലെയുള്ള മധുര പലഹാരങ്ങൾ എല്ലാറ്റിനും ശർക്കരയോ പഞ്ചസാരയോ കൂടാതെ പറ്റില്ലല്ലോ. അപ്പൊ പഞ്ചസാര തൻ്റെ സ്വരൂപമായ ആനന്ദത്തെ മാധുര്യമില്ലാത്ത ഒന്നിന് എങ്ങനെ പകർന്നു കൊടുക്കുന്നുവോ അതുപോലെയാണ് സ്വരൂപം, ആനന്ദം സ്വരൂപമായിട്ടുള്ള ആത്മാവ് ഈ ദുഃഖിക്കുന്ന ജീവന് തൻ്റെ ആനന്ദത്തെ കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. ഈ ആത്മാവിനെ ആനന്ദം എവിടെ നിന്ന് കിട്ടി? വേറെ ആരുടെ അടുത്ത് നിന്നെങ്കിലും കടം വാങ്ങിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പഞ്ചസാരയുടെ മാധുര്യം അതിൽ തന്നെ ഉള്ളതാണ്, വേറെ ആരിൽ നിന്നും വാങ്ങിച്ചതല്ല. ഇതുപോലെ ആനന്ദം സ്വരൂപമായ പരമാത്മാവിന് മാത്രമേ ജീവന്മാരെ ആനന്ദികളാക്കി തീർക്കാനുള്ള കഴിവുള്ളൂ. ആ ആനന്ദത്തിന് വേണ്ടി ജഡത്തെ ആശ്രയിച്ചതുകൊണ്ട് ഒരു വിശേഷവുമില്ല. എന്തുകൊണ്ട്? ജഡം അനൃതവും ദുഃഖവും നശ്വരവുമാണ്. അനിത്യം അസുഖം ലോകം.
അനിത്യമായ, നശിച്ചുകൊണ്ടിരിക്കുന്ന, ദുഃഖമയമായ, ജഡമയമായ ഈ ലോകത്തിൽ നാം വന്നു പെട്ടിരിക്കുകയാണ്. ഒരു ശരീരത്തോടു കൂടി ഇവിടെ വന്ന് ജനിച്ചുവല്ലോ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്ത് നിങ്ങളൊക്കെ വന്ന് എത്തിപ്പെട്ടു. യഥാർത്ഥത്തിൽ ആരും വന്നിട്ടില്ല. പക്ഷെ അത് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു എന്ന് തന്നെ കരുതിക്കോളൂ. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്ത്, നശ്വരമായ മായാമയമായ ലോകത്ത് ഒരു ശരീരവും എടുത്ത് വന്നിട്ടുള്ള ജീവന്മാർ എന്നെ ഭജിക്കണം. മാം ഭജസ്വ. ആ ഈശ്വരനെ തന്നെ സർവാത്മനാ ശരണം പ്രാപിക്കണം. ഭജനം എന്ന് പറഞ്ഞാൽ 40-41 ദിവസം മറ്റേ ഗുരുവായൂർ ഭജന ഇരുന്നിട്ട് തിരിച്ചു വരുന്നത് പോലെയല്ല. ആ ഭജനമല്ല, നിരന്തരമായ, ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഭജനമാണ്. ഒരിക്കലും വിട്ടുപോകാത്ത സത്യസ്മരണം. താൻ ആത്മാവാണെന്നുള്ള വിചാരം അര സെക്കൻഡ് പോലും ഉള്ളിൽ നിന്ന് നീങ്ങാതെ എന്തൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും തലത്തിൽ നാം അനുഭവിക്കുന്നുവോ എല്ലാം ആത്മമയം എന്നങ്ങ് തീരുമാനിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് ശരിക്കുള്ള ഭജന അല്ലെങ്കിൽ ഭജനം. തന്നാനന്ദത്തെ തനക്കളിത്ത ശർക്കരയെ അന്നാനിന്നവൈ മൂൻറാം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ അനുഗ്രഹം കിട്ടിയ ഒരു ജീവന് ഇവൈ മൂന്ന് ആം, ഈ മൂന്നും സ്വന്തമാകും എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ സ്വരൂപമായ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയപ്പെടുന്ന ആ 3 സ്വഭാവ ഗുണങ്ങളും സ്വഭാവങ്ങളും, 3 സ്വഭാവമല്ല, ഒന്ന് തന്നെയാണ്. ഈ സച്ചിദാനന്ദം ജീവന്റെ സ്വരൂപമായി തീരും. ജീവൻ ബ്രഹ്മമായിത്തീരും. ഈ 3ന്റെയും ഉടമയായിത്തീരും എന്നാണ് പറയുന്നത്. ഇതിന്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. കേവലവും സകളവും അനാദിയിലെ നീങ്ങി പരിപൂർണമായ അറിവായി വ്യോമം എന്ന പോലെ, ആകാശം എന്ന പോലെ സംഗരഹിതനായി തൻ്റെ അരുൾ ശക്തിയാൽ ജീവന്മാരുടെ മലത്രയം മാറ്റി. മുമ്മലങ്ങൾ എന്ന് പറഞ്ഞു. ആണവം, കർമ്മം, മായ. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അഹങ്കാരം, കർമ്മം, മായ. ഈ 3 മലത്തെയും മാറ്റി പേരാനന്ദത്തെ അവർക്ക് നൽകി. മഹത്തായ ആനന്ദത്തെ ആ ജീവന്മാർക്ക് നൽകി. നാവിന് ശർക്കര പോലെ പ്രിയങ്കരനായ ശിവത്തിനും മേൽക്കാണിച്ച വിധം 3 ഭാവങ്ങളുണ്ട്. അത് തന്നെയാണ് സത്ത്, ചിത്ത്, ആനന്ദം. അനാദിയിലേ ഉള്ള ശുദ്ധനില ശിവന്റെ സ്വഭാവവും ആകാശം പോലുള്ള അലേപകത്വം രൂപവും ആനന്ദമാകുന്ന അവസ്ഥ സ്വരൂപവുമാകുന്നു. നേരത്തെ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. രൂപം, സ്വഭാവം, സ്വരൂപം. അനാദിയായിട്ടുള്ള ശിവതത്വത്തെ തന്നെയാണ് വേദാന്തികൾ ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നത്. ശൈവ സിദ്ധാന്തത്തിൽ അതിനെ ശിവം എന്നാണ് പറയുന്നത്, ശിവതത്വം എന്നാണ് പറയുന്നത്. ആ അനാദിയായി നിലനിൽക്കുന്ന ആ ബ്രഹ്മം അല്ലെങ്കിൽ ശിവതത്വം ശുദ്ധനില ആണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. അദ്ദേഹം എന്നും നിർമ്മലനാണ്. ഒരു തരത്തിലുള്ള മാലിന്യവും അദ്ദേഹത്തിൽ യേശുന്നില്ല. ആകാശം പോലുള്ള അലേപകത്വം, ആകാശത്തിൽ ഒരു തരത്തിലുള്ള അഴുക്ക് പുരളാതിരിക്കുന്നത് പോലെ ആണ് ഇദ്ദേഹത്തിന്റെ സ്ഥിതി. അപ്പൊ അലേപകത്വം എന്നുള്ളതാണ് രൂപം. ആരുടെ? ഈ ശിവതത്വത്തിന്റെ. ആനന്ദമാകുന്ന അവസ്ഥ സ്വരൂപവുമാകുന്നു. ആനന്ദം എന്നുള്ളത് ഇൻഹറന്റായി അതിൽ തന്നെയുള്ള, മറ്റൊന്നിൽ നിന്നും ഇതിന് പകർന്നു കിട്ടിയതല്ല. ഇതിന്റെ ആനന്ദമാണ് മറ്റുള്ളവർ അനുഭവിക്കുന്നത്. ഈ മഹത്തായ പരമാത്മാവിന്റെ സ്വരൂപമായ ആനന്ദത്തിന്റെ ഏതാനും കണികകളാണ് ജീവന്മാർ അനുഭവിച്ച് സന്തോഷഭരിതരാവുന്നത്. ഇതിന്റെ കണിക കിട്ടിയാൽ അത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലാണ്. ഈ ആത്മാനന്ദത്തിന്റെ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു മഗ്ഗോ ഒരു കുടമോ ഒന്നും വേണ്ട. അതിന്റെ ലവലേശം യത് സൗഖ്യാംബുധി ലേശതയുമേ ശക്രാദയോ നിർവൃതാഹ. മനീഷാവഞ്ചകത്തിന്റെ അവസാനത്തെ പദ്യമാണ്, 5ാമത്തെ പദ്യം. ഏതൊരു സുഖസമുദ്രത്തിന്റെ കണികയുടെ ഒരംശം, കണിക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചെറുതാണ്, അതിന്റെ ഒരംശം കൊണ്ട് ഇന്ദ്രാദി ദേവന്മാർ ആനന്ദ
തുന്തിലരായിത്തീരുന്നു എന്നാണ്. അത്രയും മതി ഈ ജീവന് പരമാനന്ദം അനുഭവിക്കാൻ. കടല് വ്യാപകമായ ജലരാശിയാണ്. ഒരാളുടെ ദാഹം ശമിപ്പിക്കാൻ ഈ കടല് മുഴുവനും കുടിക്കേണ്ട കാര്യമുണ്ടോ? ഇതിന് ഉപ്പുള്ളതാണ്. ഇത് ശുദ്ധജലം നിറഞ്ഞ ഒരു കടലാണെന്ന് വിചാരിക്കുക. നമുക്ക് 2 or 3 ഗ്ലാസ് എടുത്ത് കുടിക്കാം. അതുകൊണ്ട് നമ്മുടെ ദാഹം ശമിക്കുകയില്ലേ? ഈ കടല് മുഴുവൻ അഗസ്ത്യ മഹർഷി കുടിച്ചതുപോലെ കുടിച്ചു പറ്റിക്കണോ നമ്മുടെ അല്പമായ ദാഹം തീരാൻ? ഇതുപോലെയാണ്. യത് സൗഖ്യാംബുധി ലേശലേശതൈമേ ശക്രാദയോ നിർവൃതാഹ. അവരൊക്കെ അങ്ങേയറ്റം നിർവൃതി എന്ന് പറഞ്ഞാൽ പരമാനന്ദം അനുഭവിക്കുന്നു. ഈ പരമാനന്ദത്തിന്റെ കണികയുടെ ഒരു ചെറിയ ലവം കൊണ്ട് യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർ നിർവൃതഃ. ഏതൊരാനന്ദത്തിന്റെ ഒരു ചെറിയ അംശം ഒരു മുനി തൻ്റെ ഉള്ളിൽ സാക്ഷാത്കരിച്ച് മതിമറക്കുന്നുവോ അത് കൂടുതലാണ് നമ്മെ സംബന്ധിച്ച്. ഈ ആത്മസുഖത്തിന്റെ കണികയുടെ ഒരു ചെറിയ അംശം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തെക്കാൾ വളരെ കൂടുതലാണ്. അത്രയൊന്നും വേണ്ടെന്ന്. അത്രയ്ക്കും ആനന്ദമാണ് ഈ ആത്മാവിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. യച്ചിത്തേ നിതരാം പ്രശാന്തകലനെ. ചിത്തവൃത്തികളൊക്കെ അങ്ങേയറ്റം ഉപശമിക്കുമ്പോൾ ഒരു മുനി തൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഈ സുഖം ആത്മാനന്ദത്തിന്റെ ഒരു ചെറിയ അംശം, ഒരു പൊട്ടോ പൊടിയോ പോലെയാണ്. യസ്മിൻ നിത്യ സുഖാംബുധൗ ഗളിതധീഹി ബ്രഹ്മൈവ ന ബ്രഹ്മവിദ്. ഏതൊരു ആനന്ദ സമുദ്രത്തിലാണോ ഈ ജീവന്റെ വ്യക്തിത്വം അലിഞ്ഞില്ലാതാവുന്നത്, യസ്മിൻ നിത്യസുഖാംബുധി, നിത്യസുഖം സമുദ്രം പോലെ കെട്ടിക്കിടക്കുന്നു എന്നാണ്. ആ നിത്യസമുദ്രത്തിൽ, നിത്യ ആനന്ദ സമുദ്രത്തിൽ യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീഹി, ബുദ്ധി അലിഞ്ഞില്ലാതെയായി. അതോടൊപ്പം ബുദ്ധിയിലുണ്ടായിരുന്ന അഹങ്കാരം, വ്യക്തിത്വം അതും ഇല്ലാതെയായി. അങ്ങനെയുള്ള ഒരാൾ ബ്രഹ്മജ്ഞാനിയാണ് എന്ന് പറയാമോ? പാടില്ല. ബ്രഹ്മമെന്ന് പറയണം. ബ്രഹ്മത്തെ അറിഞ്ഞവനല്ല, ബ്രഹ്മം തീർന്നു. യസ്മിൻ നിത്യ സുഖാംബുധൗ ഗളിതധീർ ബ്രഹ്മൈവ ന ബ്രഹ്മവിദ്. അദ്ദേഹത്തെ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞ് തരം താഴ്ത്തരുത്. സാക്ഷാത് ബ്രഹ്മം എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ. ബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യഹ് കശ്ചിത് സ സുരേന്ദ്ര വന്ദിത പദഃ നൂനം മനീഷാ മമ. ആ ആത്മസുഖം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ, പുണ്യം ചെയ്ത ഒരാളുണ്ടല്ലോ, അയാളുടെ മഹത്വം എന്താണ്? യഹ് കശ്ചിത് സ സുരേന്ദ്ര വന്ദിത പദഃ. ദേവേന്ദ്രൻ പോലും നമസ്കരിച്ചിട്ട് പോകുന്ന മഹാത്മാവാണ് അദ്ദേഹം. നമ്മെക്കാൾ ഉയർന്ന തലത്തിലാണ് ദേവന്മാർ. ആ ദേവന്മാരുടെയൊക്കെ അധിപതിയാണ് ഇന്ദ്രൻ. ഇന്ദ്രന്റെ ഒരു പ്രത്യേകത എന്താണ്? ദേവന്മാര് 33 കോടി നമ്മൾ പറയും. അതിൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാവിഷ്ണു, ഏറ്റവും മോശം എന്ന് പറയുന്നത് താഴേക്കിടയിൽ നിൽക്കുന്നവൻ ഇന്ദ്രൻ. അഗ്നി എന്നും പറയും. അഗ്നി ഇങ്ങേറ്റം, വിഷ്ണു അങ്ങേയറ്റം. സുഖത്തിന്റെ കാര്യത്തിൽ വരുമ്പോ അഗ്നിയുടെയും നാഥനാണല്ലോ, അഷ്ടദിക്പാലകന്മാരുടെയും അഗ്നി തുടങ്ങിയ ദേവന്മാരുടെയും ഒക്കെ നാഥനാണല്ലോ ഇന്ദ്രൻ. അതുകൊണ്ട് ആ ഇന്ദ്രൻ അനുഭവിക്കുന്ന സുഖം പോലും ഈ ആത്മജ്ഞാനി അനുഭവിക്കുന്ന സുഖവുമായി തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ല എന്നാണ്. ഒന്നുമല്ല. ഇന്ദ്രൻ കണ്ട് അസൂയപ്പെടും ഇദ്ദേഹം അനുഭവിക്കുന്ന ജ്ഞാനത്തെ. ഇത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. ഞങ്ങൾ ഇപ്പോഴും അപ്സരസുകളുടെ പുറകെയാണല്ലോ പോകുന്നത് എന്ന്. യക്കശ്ചിത്സ സുരേന്ദ്രവന്ദിത പദഃ. അദ്ദേഹം ദേവേന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരാലും എല്ലാ പ്രകൃതി ശക്തികളാലും നമസ്കരിക്കപ്പെടുന്ന പാദത്തോട് കൂടിയവനാണ്. ഇത് ഞാൻ വെറും വാക്ക് പറയുകയില്ല, പാഴ്വാക്ക് പറയില്ല. ഇത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. നൂനം മനീഷാ മമ. ഇത് വെറുതെ ഭംഗിവാക്ക് പറഞ്ഞതല്ല, ബ്രഹ്മജ്ഞാനിയുടെ മഹത്വത്തെ പൊലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സത്യമാണ്, എൻ്റെ ഉറച്ച തീരുമാനമാണ്, സുനിശ്ചിതമായ പ്രഖ്യാപനമാണ് എന്ന് പറഞ്ഞാണ് ആ മനീഷാ പഞ്ചകം അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ആനന്ദത്തെയാണ് ആര്? ഈ ആത്മജ്ഞാനി അനുഭവിക്കുന്നത്. അടുത്ത പദ്യം വായിക്കാം. അറിந்து പറ്റി നിന്റെ അഴുന്തും അർപ്പവറിവൈ അറിந்து ശുദ്ധിയെ പേരറിവായി നിറൈந்து
சிவம் தோயாம நின்றது போல் தோற்ற முதல் ஐந்துടനും തോയാമർ ശുദ്ധ തുറവ്. ജീവന്റെ അറിവിനെയാണ് ഈ പദ്യത്തിലെ ആദ്യം വർണ്ണിക്കുന്നത്. അറിന്ത് പറ്റി നിன்று അഴുന്ത്. ജീവന്റെ പ്രപഞ്ചാനുഭവം എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളിലൂടെ ഓരോന്നിനെ കണ്ണിലൂടെ കാണുന്നു, ചെവിയിലൂടെ കേൾക്കുന്നു, മൂക്കിലൂടെ മണക്കുന്നു, ത്വക്കിലൂടെ സ്പർശിക്കുന്നു, നാവിലൂടെ രുചിക്കുന്നു. ഈ ഇന്ദ്രിയങ്ങളോടൊപ്പം മനസ്സും കൂടെ വേണം. എന്നാലേ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അനുഭവിക്കാൻ പറ്റും. അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പോയാണ് വിഷയങ്ങളെ അറിയുന്നത്. അറിഞ്ഞ് പറ്റി. ഇത് അറിഞ്ഞിട്ട് മിണ്ടാതെ തിരിച്ചു വന്നാൽ കുഴപ്പമില്ല. ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ സംഘബദ്ധമാകുന്നു, ഒട്ടിപ്പോകുന്നു, പറ്റുന്നു എന്നാണ്. അങ്ങനെയാണ് ഈ ജീവൻ അപകടത്തിൽ ചെന്ന് ചാടുന്നത്. പുറം വിഷയങ്ങളെ അറിഞ്ഞു, അങ്ങനെ ഒന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരുന്നൂടെ? അത് കൊള്ളാം, അതെന്നെ സുഖിപ്പിക്കും, അതെനിക്ക് വേണം. ഇതാണ് കുഴപ്പം. സംഘം. ആദ്യം അറിയുന്നു, മനസ്സ് അറിയുന്നു, ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളിൽ ചെന്ന് പറ്റുന്നത്. എന്നിട്ട് അതിന്റെ ഗുണദോഷങ്ങളെ വിചാരം ചെയ്യുന്നു, കുറച്ചു നേരം ആ വിഷയങ്ങളിൽ നിൽക്കുന്നു, എന്നിട്ട് അഴുന്ത് മുങ്ങിപ്പോകുന്നു. ആ അനുഭവം ക്ഷണികമാണ്. ഒരു രൂപത്തെ കണ്ടു, കുറച്ചു നേരം അതിനെ കണ്ടുകൊണ്ടിരുന്നു. ഒന്നുകിൽ ആ രൂപം അവിടെ നിന്ന് അകന്നു പോകും, അല്ലെങ്കിൽ അതിനെ കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ നിന്ന് ഉപശമിക്കും. പിന്നെ ചെവിയുടെ പുറകെയാവും ഒരാൾ പോകുന്നത്. ഒരു പാട്ട് കേൾക്കും, അപ്പൊ ഈ രൂപത്തെ വിട്ടിട്ട് എന്തോ ഒരു ശബ്ദം വരുന്നുണ്ടല്ലോ, അതിന്റെ പുറകെ പോകും. അയാളുടെ ശ്രദ്ധ രൂപത്തിൽ നിന്ന് ശബ്ദത്തിലേക്കാകും. ഇതുപോലെ ഗന്ധത്തിലാവും, രുചിയിലാവും, സ്പർശത്തിലാവും. ഇങ്ങനെ മാറി മാറിയാണ് ജീവന്റെ അനുഭവം. അറിന്ത് പറ്റി നിന്റെ അഴുന്തും അർപ്പ അറിവൈ. അതാണ് അർപ്പവറിവൈ. അല്പജ്ഞാനമാണിത്, ക്ഷണിക വിജ്ഞാനം. നമുക്ക് ഏതെങ്കിലും ഒന്നിനെ നിരന്തരമായി അറിഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. ഒരു രൂപത്തെ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കും? നമ്മുടെ മനസ്സ് പറയും അത് മതി, വേറൊന്നിനെ കാണൂ, അല്ലെങ്കിൽ വേറൊന്ന് കേൾക്കൂ, അല്ലെങ്കിൽ വേറൊന്നിനെ രുചിക്കാൻ ശ്രമിക്കൂ. ഈ മനസ്സ് നമുക്ക് എപ്പോഴും ആജ്ഞകൾ നൽകിക്കൊണ്ടേയിരിക്കും. ആദ്യം ഒന്നിനെ കണ്ടു, അതിൽ ആകൃഷ്ടമായി, കുറച്ചു നേരം അതിൽ നിന്നു. എന്നാൽ അതിൽ തന്നെ അങ്ങ് നില്ലെന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല. വയറിനെ പോലെയാണ്. വയറിന്റെ സ്വഭാവം എന്താ? 4 നേരത്തേക്കുള്ള ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. എന്നാ ഒരു നേരത്തെ ഭക്ഷണം അങ്ങ് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അതും പറ്റില്ല. വിഷയങ്ങൾ അപ്പാടെ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നുണ്ടോ? ജീവന് പറ്റുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒന്നിനെ തന്നെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? അതും ഒക്കുന്നില്ല. വൈവിധ്യം വേണം ജീവന്, വെറൈറ്റി. മാറി മാറി ഈ 5 ഇന്ദ്രിയങ്ങളിലും മനസ്സ് ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് അല്പജ്ഞാനമാണ്. ജീവന്റെ അറിവിനെയാണ് അല്പജ്ഞാനം. ജഡങ്ങളെ മനസ്സിലൂടെ അറിയുന്ന അറിവ്, വിഷയജ്ഞാനം എന്നർത്ഥം. അത് അല്പജ്ഞാനമാണ്. ജീവബോധം അത് അല്പമാണ്. അതിനെ വെച്ചോണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കാര്യമായ ഗുണമൊന്നുമില്ല. അതിനെ ഉപേക്ഷിച്ചാൽ ഈ മഹത്തായ ആനന്ദം, ആത്മാനന്ദം നമുക്ക് സ്വന്തമാകും. അർപ്പവറിവൈ അറിന്ത് ശുദ്ധിയെ പേരറിവായി. ഈ ജീവബോധം എന്താണ് എന്ന് നല്ലതുപോലെ മനസ്സിലാക്കി. എന്താണ് നല്ലതുപോലെ മനസ്സിലാക്കൽ? ഇത് അല്പമാണ്, ക്ഷണികമാണ്. ശാശ്വതമായ സുഖം ഈ വിഷയങ്ങൾ ഒരിക്കലും നൽകില്ല. ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് എന്നെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കുള്ള ജീവജ്ഞാനം. ആ അറിവ് നേടി അറിഞ്ഞ് ശുദ്ധിയെ പേരറിവായി. ശുദ്ധി, അങ്ങേയറ്റത്തെ നൈർമല്യം, പരിശുദ്ധി, അതാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. അത്യന്തം ശുദ്ധമായ വസ്തുവാണ് ഈ ബ്രഹ്മം. ബ്രഹ്മത്തോളം പരിശുദ്ധിയുള്ള മറ്റൊന്നുമില്ല. വാസ്തവത്തിൽ മറ്റുള്ളതൊക്കെ അശുദ്ധമാണ് എന്നാണ്. നമ്മളിപ്പോ ശുദ്ധം എന്ന് പറയുന്നുണ്ടല്ലോ, വൃത്തിയുള്ളത്, വെടിപ്പുള്ളത് എന്നൊക്കെ. അതൊക്കെ അങ്ങേയറ്റത്തെ അശുദ്ധമാണ്. ഏറ്റവും ശുദ്ധിയുള്ള പരമാത്മാവിനെ നാം അറിയുന്നുമില്ല. ഏറ്റവും ശുദ്ധമായതിന് മാത്രമേ ഏറ്റവും മികച്ച ആനന്ദം നൽകാൻ കഴിയൂ. അശുദ്ധിയുള്ളത്, വൃത്തികെട്ടതിന് അല്പമായ ആനന്ദത്തെ തരാനുള്ള കഴിവേ ഉള്ളൂ. നമ്മുടെ എല്ലാ ആനന്ദങ്ങളും ക്ഷണികവും അല്പങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം വൃത്തികെട്ടത്. ഒന്നിനും അല്പം പോലും പരിശുദ്ധിയില്ല.
എന്നാൽ ഏറ്റവും പരിശുദ്ധമായ ഒന്നുണ്ട്, അതിനെ ആരും അന്വേഷിക്കുന്നുമില്ല. ശുദ്ധിയെ പേരറിവായി മഹാജ്ഞാനം, അതാണ് ബ്രഹ്മം. എന്തുകൊണ്ട് അതിനെ മഹാജ്ഞാനം എന്ന് പറയുന്നു? ഈ കാണുന്ന എല്ലാമായി തീർന്നിരിക്കുന്നത് അതാണ്. ഈ പ്രപഞ്ചം എത്ര വലുതാണ്, എന്തൊക്കെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ, ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല മനുഷ്യൻ. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട്, ആർക്ക് കണക്കെടുക്കാൻ പറ്റും ഇതിന്റെയൊക്കെ? അപ്പൊ ഈ എല്ലാമായി തീർന്നിരിക്കുന്ന ഒന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അറിവല്ലേ ഏറ്റവും വലിയ അറിവ്. ഈ അറിവിന്റെ നുറുങ്ങുകളെ അറിഞ്ഞത് കൊണ്ട് എന്ത് പ്രയോജനം? അല്പജ്ഞാനം, അല്പത്തിൽ സുഖമില്ല എന്നാണ് യാജ്ഞവൽക്യ മഹർഷി തന്റെ ഭാര്യയെ മൈത്രേയിയെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അല്പേ സുഖമസ്തി, പരിമിതമായതിൽ, നശ്വരമായതിൽ, ജനിച്ച് നിലനിന്ന് ഇല്ലാതാവുന്ന പ്രപഞ്ച ഘടകങ്ങളിൽ സുഖം ഇരിപ്പില്ല. പിന്നെ എവിടെയാണ് സുഖം? അനന്തതയിൽ. അനന്തമായ ഒരു സത്യമുണ്ട്, അതിന്റെ മായാ പ്രകടനമാണ് ഈ ലോകം. ആ സത്യത്തിൽ യഥാർത്ഥ സുഖം കുടികൊള്ളുന്നു. ഭൂമാ, അനന്തമായ വസ്തു, അത് മാത്രമേ നമുക്ക് സുഖം നൽകുകയുള്ളൂ. മറ്റുള്ളതൊക്കെ ദുഃഖമാണ്. സുഖമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, അല്ലാതെ അത് സുഖമായതുകൊണ്ടല്ല. ശുദ്ധിയെ പേരറിവായി നിറൈന്ത് ശിവം തോയാമൽ, നിറഞ്ഞു നിൽക്കുന്നതും. തോയാമൽ എന്ന് പറഞ്ഞാൽ ഒന്നിനകത്തും വ്യാപിക്കാത്തതും ഒന്നിനെയും സ്പർശിക്കാത്തതും ഒന്നുകൊണ്ടും അശുദ്ധമാക്കപ്പെടാത്തതും ആയ ഒന്നുണ്ട്. അതിനെ മലിനമാക്കാൻ ആർക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നോ, അതിനന്യമായി രണ്ടാമതൊന്നില്ല. മറ്റൊന്ന് ഉണ്ടായിട്ട് വേണ്ടേ അത് ഇതിനെ അശുദ്ധമാക്കാൻ? ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ ശുദ്ധി എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ്. എന്നും ഒരു മാറ്റവും കൂടാതെ നിൽക്കുന്ന ശുദ്ധി, അറിവ്, ആനന്ദം, അതാണ് ബ്രഹ്മം. നിറൈന്ത് ശിവം തോയാമൽ, ഒന്നിനെയും സ്പർശിക്കാതെ, ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ, ഒന്നിനോടും ചേരാതെ, ഒന്നിനകത്തും കടക്കാതെ. നേരത്തെ പറഞ്ഞു അത് എല്ലാറ്റിൻ്റെയും അകത്ത് വ്യാപിച്ചിരിക്കുന്നു എന്ന്. ഈ വ്യാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് ആകാശം എല്ലാറ്റിൻ്റെയും ഉള്ളിൽ കടന്നു നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആകാശത്തിലല്ലേ എല്ലാം നിൽക്കുന്നത്? അതല്ലേ സത്യം. ഈ വസ്തുക്കൾ, ആ വസ്തുക്കളുടെ നാമരൂപങ്ങൾ വെറും ഭ്രമമാണ്. അതുകൊണ്ട് അതിനെ പൊട്ടിച്ചു നോക്കിയാലും ഈ ആകാശത്തെ കണ്ടെത്താൻ പറ്റും. അതിന്റെ അർത്ഥം ആകാശം വസ്തുക്കളുടെ ഉള്ളിൽ കടന്നു എന്നല്ല, ആകാശത്തിലാണ് വസ്തുക്കളുടെ നിലനിൽപ്പ് തന്നെ. ഇതുപോലെ എല്ലാറ്റിനും ആധാരമായി എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്ന ഒരു സത്യമുണ്ട്. അതാണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. അതിനെ വേണം അന്വേഷിക്കാൻ, അതിനെ വേണം അറിയാൻ, അതിനെ വേണം സാക്ഷാത്കരിക്കാൻ. മറ്റുള്ള കൃത്യങ്ങളൊക്കെ വ്യർത്ഥം, നിഷ്പ്രയോജനം. ശിവം തോയാമൽ നിன்றതുപോൽ തോറ്റ മുതലനെ ഐന്തുടനും. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് തോറ്റ മുതൽ ഐന്തുടനും, തോറ്റം തുടങ്ങിയ അഞ്ചെണ്ണം. തോറ്റം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സൃഷ്ടി തുടങ്ങിയ 5 കർമ്മങ്ങൾ, 5 സ്വഭാവങ്ങൾ ഈശ്വരന്റെ ഗുണമായിട്ടാണ് നമ്മൾ ഈ 5 എണ്ണത്തിനെ പറയുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇതെല്ലാവർക്കും അറിയാം. തിരോധാനം, അനുഗ്രഹം. തിരോധാനം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക എന്നർത്ഥം. സംഹാരം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുകയാണ്. തിരോധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറയ്ക്കുക. തന്റെ സ്വരൂപത്തെ മറച്ചുകൊണ്ടാണ് പ്രപഞ്ച രൂപം കൈക്കൊള്ളുന്നത്. ആര്? ഈ ആത്മാവ്. അപ്പോൾ മറയ്ക്കുകയും അതേസമയം ഈ ജീവന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് 5 കർമ്മങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ദേവി മഹാത്മ്യത്തിലൊക്കെ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമത്തിലൊക്കെ പഞ്ചകൃത്യ പരായണ എന്ന് പറയുന്നത്. 5 കൃത്യങ്ങളാണ് ദേവിക്കുള്ളത്. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മശക്തി. അതാണല്ലോ സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചതിനെ നിലനിർത്തുകയും സംഹരിക്കുകയും മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് 5 കൃത്യങ്ങളാണ്. ഈ 5 കൃത്യങ്ങളും തോറ്റ മുതൽ ഐന്തുടനും, സൃഷ്ടി തുടങ്ങിയ 5 കൃത്യങ്ങളും തോയാമൽ. ഈ 5 എണ്ണം നടക്കുന്നത് ബ്രഹ്മ സാന്നിധ്യത്തിലാണ്. പക്ഷേ ബ്രഹ്മം ഈ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിന്റെ സാന്നിധ്യത്തിൽ ഈ 5 നടക്കുന്നു. പക്ഷെ ഇതിന്റെ കർത്തൃത്വം ഈ ആത്മാവിനില്ല. ഏതുപോലെ?
ഒരു കാന്തത്തിന്റെ അടുത്ത് ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവച്ചാൽ ഇരുമ്പ് കാന്തത്തിനെ ലക്ഷ്യമാക്കി ചലിക്കും. നമ്മൾ പറയുന്നത് എന്താ? കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു എന്നാണ്. ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്കുക. ഈ ഇരുമ്പിന് കയ്യോ മറ്റോ ഉണ്ടോ പിടിച്ചു വലിക്കാൻ? എന്നാലും നമ്മൾ പറയുന്നില്ലേ, മാഗ്നറ്റ് അട്രാക്ട്സ് അയൺ പീസ്. എന്താ? ഈ കാന്തത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിനകത്ത് വരുന്ന എന്തും കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നമ്മൾ പറയുന്നത് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു എന്നാണ്. ഇതുപോലെ ഈ 5 കൃത്യങ്ങളും ആത്മസാന്നിധ്യത്തിൽ സംഭവിക്കുന്നു, നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെയൊന്നും കർത്തൃത്വം ഈ ആത്മാവിനില്ല. ആത്മാവ് സൃഷ്ടിക്കുന്നില്ല, സൃഷ്ടിച്ചതിനെ നിലനിർത്തുന്നില്ല, നശിപ്പിക്കുന്നില്ല, മറയ്ക്കുന്നില്ല, അനുഗ്രഹിക്കുന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നാണ്. എന്തുകൊണ്ടെന്നോ? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അനങ്ങാൻ പറ്റാതെ വിഷമിക്കുകയാണ് മൂപ്പര്. അനങ്ങാൻ പറ്റില്ല. എല്ലായിടത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ അനങ്ങും? എങ്ങോട്ടേക്ക് അനങ്ങും? അതില്ലാത്ത സ്ഥലത്ത് വേണ്ടേ അനങ്ങാൻ? ആകാശത്തിന് അനങ്ങണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ആകാശമില്ലാത്ത സ്ഥലമില്ല. സ്ഥലം തന്നെയാണ് ആകാശം, ആകാശം തന്നെയാണ് സ്ഥലം. ഇതുപോലെ പൂർണ്ണമായ വസ്തുവിന് അനങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള കർമ്മചലനവും ആ സത്യത്തിലില്ല. അങ്ങനെ ഈ 5 കൃത്യങ്ങളും സ്പർശിക്കാതെ ഉള്ള ആത്മാവിനെ അറിയുകയാണ് ശുദ്ധത്തുറവ്, ശുദ്ധമായ സന്യാസം അല്ലെങ്കിൽ യഥാർത്ഥ സന്യാസം. ആ ശുദ്ധത്തുറവ്, ആ ശുദ്ധമായ സന്യാസം, ആ സന്യാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നർത്ഥം. നമ്മൾ പറയുന്നത് സന്യാസത്തിലൂടെ ബ്രഹ്മത്തെ അറിയുന്നു എന്നാണ്. ബ്രഹ്മമാണ് ഏറ്റവും വലിയ സന്യാസി. ഏറ്റവും വലിയ ബ്രഹ്മചാരി ആരെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണനാണ്. സമ്മതിക്കുമോ നിങ്ങൾ? ഏറ്റവും വലിയ ബ്രഹ്മചാരി ശ്രീകൃഷ്ണനാണ്. നമ്മൾ 16,008 ഭാര്യമാരാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് പറയുന്നത്. ആ ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നുമായും സ്പർശിക്കാതെ ഈ 5 കൃത്യങ്ങളിൽ നിന്നും തികച്ചും അകന്ന് സ്ഥിതി ചെയ്യുന്ന ആ അവസ്ഥ തന്നെയാണ് യഥാർത്ഥ സന്യാസം. അത് തന്നെയാണ് അങ്ങേയറ്റത്തെ പരിശുദ്ധി. അത് തന്നെയാണ് ശുദ്ധബോധം. നീ അതായി നിൽക്കൂ. അതിൽ സ്ഥിതി ചെയ്യട്ടെ നിന്റെ വ്യക്തിത്വവും ശരീരവും മനസ്സും എല്ലാം. ജ്ഞാനേന്ദ്രിയങ്ങളാൽ വിഷയങ്ങളെ അറിഞ്ഞ് കർമ്മേന്ദ്രിയങ്ങളാൽ പറ്റി. ജ്ഞാനേന്ദ്രിയം കൊണ്ടാണ്, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് വിഷയങ്ങളെ അറിയുന്നത്. അതിൽ ചെന്ന് പറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള 5 കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അന്ധകരണത്താൽ അവ ഉള്ളിൽ പ്രവേശിക്കുന്ന ജീവന്മാരുടെ കിഞ്ചിജ്ഞതയെ മനസ്സിലാക്കി, ജീവന്റെ അറിവ് അല്പമാണ്, പരിമിതമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി, ആവിധ ബാഹ്യപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി നിർവിഷയത്വമാണ് സാക്ഷാത് അറിവിനിടം എന്ന് ബോധിച്ച് മനസ്സ് വ്യാപകമായി ഭവിച്ച് നിലകൊള്ളുന്നതാണ് ആത്മശുദ്ധി എന്ന് കാണണം. സൃഷ്ടി മുതലായ പഞ്ചകൃത്യങ്ങൾ നടത്തുമ്പോഴും മഹേശ്വരൻ ആ കൃത്യങ്ങളോട് സംഘരഹിതനായി നിൽക്കുന്നത് പോലെ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ഏർപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന നേരവും ആത്മശുദ്ധിയാൽ അവയോട് നിസ്സംഗമായിരുന്നു കൊള്ളുന്നതാണ് പരിശുദ്ധമായ സന്യാസം എന്ന് മനസ്സിലാക്കുക. ശരിക്കുള്ള സന്യാസം എന്ന് പറഞ്ഞാൽ ആത്മസ്ഥിതി, ആത്മാവായി നിലകൊള്ളുക എന്നാണ് അർത്ഥം. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.